അപ്പൊ ഇന്നത്തെ യാത്ര എല്ലാവരെയും ഒരു കാലത്ത് എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്ന സ്ഥലത്തോട്ട് പോകാൻ തന്നെ പറയാൻ പോലും മടിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കാലം കഴിയും തോറും അതൊരു കെട്ടുകഥയായിട്ട് മാറിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും കുറച്ചു പേർക്കെങ്കിലും ഒരു പേടി ഉള്ളിൽ ഉള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് പോകുന്നത്. അതെ, സുമതി വളവിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സുമതി വളവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് കയറുകയാണ്. ഇതിപ്പോൾ പാലോടാണ്. നമ്മൾ പാലോട് നിന്ന് അകത്തോട്ട് എണ്ണപ്പന ഗവേഷണ കേന്ദ്രം, അങ്ങനെ ഈ ഒരു ഫോറസ്റ്റിനകത്തോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ സുമതി വളവ് എങ്ങനെയാണ്, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ കാണുന്നതൊക്കെ എണ്ണപ്പന ഗവേഷണ കേന്ദ്രമാണ്. എണ്ണപ്പനയാണ് ഈ നട്ടിരിക്കുന്നതെല്ലാം. ഇതിന്റെ ഉള്ളിലോട്ടാണ് വലിയ വലിയ പനകളുള്ളത്. ഇതെല്ലാം കുഞ്ഞാണ്, വളർത്തിയെടുത്ത് റിസർച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന എല്ലാം ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ആണ്. ഫുള്ള് എണ്ണപ്പന ഗവേഷണ കേന്ദ്രമാണ്. ഇത് റിസർച്ചിന് വേണ്ടിയിട്ട് ആണ് ഇവിടെ മുഴുവൻ ഈ എണ്ണപ്പന നട്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് സുമതി വളവിലേക്ക് പോകേണ്ടത്. ഈ കാണുന്ന ഇതിപ്പോ രണ്ട് സൈഡും കാടാണ്. ഇത് ഫുള്ള് കാട് മാത്രമല്ല, ഈ ഒരു കാട് ഒരു പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാധാരണക്കാര് താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഈ കാണുന്ന കുറച്ച് ദൂരം മാത്രമേ ഗവൺമെന്റ് പ്രോപ്പർട്ടി ഈ ഫോറസ്റ്റ് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് വീടുകളൊക്കെ ഉണ്ട്. നമുക്കിത് സൈഡിൽ കൂടെ നോക്കുമ്പോൾ ചെറിയ ചെറിയ വഴികൾ കാണാൻ പറ്റും. അല്ലാതെ പ്രത്യേകിച്ച് ടാർ ചെയ്ത റോഡോ അങ്ങനെ ഒന്നും അകത്തോട്ടില്ല. കുഞ്ഞു കുഞ്ഞു വഴികൾ മാത്രമാണ് ഉള്ളത്. നമുക്ക് ഇതുവഴി പോകുമ്പോൾ സൈഡിൽ ഒരുപാട് ക്ഷേത്രങ്ങളുടെ ബോർഡ് കാണാൻ പറ്റും. ഇതിനകത്തൊക്കെ ഈ കുടുംബക്ഷേത്രം പോലെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഒന്നും രണ്ടൊന്നുമല്ല, അത്യാവശ്യം ഇതിനകത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ നമുക്കവിടെ പോകണമെന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടാണ് നേരെ സുമതി വളവിലേക്കാണ് പോകുന്നത്. മഴ പെയ്തിട്ട് നല്ല ക്ലൈമറ്റിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഫുള്ള് മഴയാണല്ലോ. മരങ്ങളൊന്നും ഒടിഞ്ഞു കിടപ്പില്ല. ഭാഗ്യത്തിന് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. സാധാരണ മഴയും കാറ്റൊക്കെ വരുന്ന സമയത്ത് മരങ്ങളൊക്കെ ഒടിഞ്ഞ് നല്ല ബ്ലോക്ക് ആവാറുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ഏകദേശം സുമതി വളവ് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് റോഡാണെങ്കിലും സുമതി വളവ് അത്യാവശ്യം നല്ലൊരു വളവ് തന്നെയാണ്. ഇതുവഴി പോകുമ്പോഴും സൈഡിലോട്ടൊക്കെ ഒരുപാട് വഴികൾ സ്പ്ലിറ്റായി പോകുന്നുണ്ട്. ടാർ ചെയ്ത റോഡുകളല്ല, അതിനകത്ത് വീടുകളിൽ പോകാനുള്ള സാധാരണ വഴിയാണ്. ഈ റോഡ് ഇപ്പൊ പണിതാണ്. ഇതിന് മുന്നേ കുറച്ചുകൂടെ ടഫായിട്ടുള്ള റോഡായിരുന്നു. ഈ വളവൊക്കെ ഇപ്പൊ ഇവർ ഒരുപാട് നൂത്തിട്ടുണ്ട്. മുമ്പ് നല്ല വളവ്, ഈ സുമതി വളവ് തന്നെ ഒരു കയറ്റവും നല്ല ഒടിഞ്ഞൊരു വളവുമായിരുന്നു. ഇപ്പോൾ അത് എല്ലാം മാറ്റി ഇപ്പൊ പുതിയ റോഡ് ചെയ്തപ്പോൾ അടിയിൽ കുറച്ചുകൂടെ ബലത്തിന് നമ്മൾ സ്ലാബ് പോലെയൊക്കെ ചെയ്ത് വളവൊക്കെ ഒരിടം നൂത്തെടുത്തിട്ടുണ്ട്. ഏകദേശം സുമതി വളവ് എത്താറായിട്ടുണ്ട്. ഇവിടെ 2-3 വളവ് കഴിഞ്ഞ സുമതി വളവായി. ഇതാണ് സുമതി വളവ്. നമുക്ക് വണ്ടി ഇവിടെ നിർത്താൻ പറ്റൂല. കുറച്ച് അപ്പുറത്ത് നിർത്തിയിട്ട് നമുക്ക് നടന്നു വരാം. അപ്പോൾ നമ്മൾ സുമതി വളവിലോട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഇതിപ്പോൾ ഇവിടെ മരം മുറിക്കാനായിട്ട് ഗവൺമെന്റ് നട്ട മരങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട് അവര് വഴിയൊക്കെ പുതിയതാക്കിയതാണ്. മുമ്പ് ഇതുപോലത്തെ വഴിയൊന്നും ഇല്ലായിരുന്നു. കാട്ടിൻ്റെ ഇടയ്ക്കൂടെയാണ് കയറി പോവേണ്ടത്. ഇതിപ്പോൾ ഒരു വണ്ടി പോകാനായിട്ട് കണ്ടില്ലേ, ഫുള്ള് വഴിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോർഷൻ ഇതിനകത്തോട്ട് പോകുമ്പോഴാണ് സുമതി വളവ്. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കാടെന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ ആയിരിക്കും. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള വഴി നമുക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. ഈ സുമതി മരിച്ച സ്ഥലം പ്രോപ്പർ അറിയാമെന്നുള്ള ആൾക്കാരും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് വർഷമായില്ലേ. സോ എല്ലാവരും ഈ അറിയാമെന്നുള്ള കുറേ പേരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇത് പെട്ടെന്ന് അറിയണമെന്നില്ല. പിന്നെ ഈ കാട്ടിനകത്തോട്ട് പോകുന്നവർ വളരെ കുറവാണ്. നമ്മൾ ഇവിടെ ഉള്ളവർ, അതായത് ഇവിടെ താമസിക്കുന്നവർ മാത്രമേ ഇങ്ങ് ഉള്ളിലോട്ടൊക്കെ പോകാറുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരാൾ പെട്ടെന്ന് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല, പോകത്തുമില്ല അങ്ങനെ. ഇനി ഈ സുമതി വളവ് ഇതെങ്ങനെയാണ് പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്ത ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. ഈ സുമതി എന്ന് പറഞ്ഞിട്ട് അതായത് അവരുടെ ഫുൾ നെയിം വന്നിട്ട് സുമതി കുട്ടി എന്നാണ്. പുള്ളിക്കാരി ഇവിടെ 2 പേര് കൊണ്ടുവന്ന് കഴുത്തറുത്ത് കൊന്നതാണ് സംഭവം. അപ്പോൾ ആ സംഭവത്തിന് ശേഷം രാത്രികാലങ്ങളിൽ ഈ റോഡ് ഞാൻ പറഞ്ഞില്ലേ, നല്ല വളവും ഇച്ചിരി കയറ്റവുമാണ്. സോ രാത്രി ഇതുവഴി പോകുന്ന വണ്ടികൾ ഈ
വന്ന സ്പീഡിൽ വന്നിട്ട് ഈ ടേണിങ്ങും തേരും ആയതുകൊണ്ട് നമ്മൾ ഗിയർ മാറാതെ നേരെ പോവും. അങ്ങനെ വരുമ്പോൾ ഈ തേര് ജസ്റ്റ് ഒന്ന് വളഞ്ഞ് കയറുമ്പോൾ വണ്ടി സ്പീഡ് കുറഞ്ഞിട്ട് എഞ്ചിൻ ഇടിച്ച് ഗിയർ ഡൗൺ ചെയ്യാതെ വണ്ടി ഓഫാവും. സോ അങ്ങനെ ഓഫാവുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് സുമതിയുടെ പണിയാണ്, അവർ ഈ പ്രേതത്തിൻ്റെ ഒരു ശല്യം ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ്. സത്യത്തിൽ അതൊന്നുമല്ല, അത് ആ വളവിൻ്റെ ഒരു പ്രശ്നമാണത്. അത് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയത്. ഇതൊന്നും അറിഞ്ഞുകൂടാതെ വരണ ഒരാൾക്ക് ഇവിടെ യാതൊരു പ്രശ്നമില്ല, വണ്ടി ഓഫ് ആണെങ്കിൽ അവർ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകും. പിന്നെ ഇതിനിടയ്ക്ക് ഇവിടെ ഈ നാട്ടിലുള്ളതാണെന്ന് തോന്നുന്നു, എനിക്കത് കറക്റ്റ് അറിയത്തില്ലാണ്, ഞാൻ അങ്ങനെ പറയാത്തത്. കുറച്ച് പേര് ചേർന്നിട്ട് വെള്ള സാരിയൊക്കെ കൊടുത്ത് ഈ പ്രേതത്തിൻ്റെ ഒരു രൂപത്തിൽ ഇവിടെ അതുവഴി പോകുന്ന, അതായത് റോഡിലൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ, വണ്ടിയിൽ പോകുന്നവരെയൊക്കെ പേടിപ്പിച്ച് പണം തട്ടാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സോ പിന്നെ അത് പിന്നെയുള്ള അത് കഴിഞ്ഞ് വരുന്തോറും കുറച്ചുകൂടെ ഒന്ന് എല്ലാവർക്കും അറിഞ്ഞ് വന്ന സമയത്ത് നാട്ടുകാർ ചേർന്ന് പിടിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടി ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സുമതി വളവ് എന്ന് കുറച്ച് കൂടുതൽ പേര് എല്ലാവരിലേക്ക് എത്തിയത്. അപ്പോൾ ഇതാണ് സുമതി വളവ് ആ ഒരു പേര് വരാനുള്ള മെയിൻ റീസൺ, അതായത് എല്ലാവരിലേക്കും ഇത് എത്താനുള്ള മെയിൻ റീസൺ ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിനകത്തോട്ടാണ് നമുക്ക് പോവേണ്ടത്. അതിനകത്തോട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഇതുവരെ നമ്മൾ നമ്മുടെ യാത്ര നിർത്തുകയാണ്. അപ്പോൾ ഇതാണ് സുമതി വളവ്, നമ്മുടെ സുമതി വളവ് ഇതാണ്. കാണാത്തവർക്ക് സുമതി വളവ് കാണാനുള്ള ഒരു അവസരം കൂടെയാണിത്. ഞാനിത് ഇതുവഴി മുമ്പ് 2-3 പ്രാവശ്യം രാത്രി, അതായത് ഇച്ചിരി ലേറ്റ് നൈറ്റിൽ ഒരു 2 മണി 3 മണി ടൈമിലൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സുമതി വളവിലായിട്ട് വന്നതല്ല, വേറെ ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ട് ഈ റോഡ് വഴി. എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല, കാരണം ഞാൻ വന്ന സമയം ഒരു 4-5 വർഷം മുന്നേ ആണ്. ആ ടൈമിലൊന്നും ഇവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് മുന്നേ ഈ സംഭവം നടന്ന് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഈ പ്രേതത്തിൻ്റെ വേഷം കെട്ടിയിട്ട് ആൾക്കാർ ഈ പൈസ തട്ടാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നത്. ഈ വിവരം ഞാൻ ഊഹിച്ച് പറയുന്നതൊന്നുമല്ല, ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഞാൻ ശേഖരിച്ച വിവരങ്ങളാണ്. കാരണം ഇവിടെ എനിക്ക് കുറച്ച് പരിചയക്കാരുണ്ട്. സോ അവരിൽ നിന്ന് എന്താണ് സത്യമെന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ അവരിൽ നിന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ സത്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഈ സുമതി വളവിലേക്കുള്ള യാത്ര, ഈ ഒരു റോഡും 2 സൈഡിലെ കാടും, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഈ മസനഗുഡി വഴി ഊട്ടി ആ ഒരു ലൈനൊക്കെയാണ്. 2 സൈഡും ഫുള്ള് ഫോറസ്റ്റും, നടുക്കൂടെ ഒരു നല്ല റോഡും. ഇപ്പോഴത്തെ റോഡ് നല്ല അടിപൊളി റോഡാണ്, വണ്ടിയിൽ വന്നാൽ നല്ല സുഖമാണ്. പ്രത്യേകിച്ച് മുമ്പാണെങ്കിൽ നല്ല കട്ടറും ഭയങ്കര മോശമായിട്ടുള്ള റോഡായിരുന്നു. ഇപ്പോൾ ഈ റോഡൊക്കെ പണിഞ്ഞ് നല്ല രസമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന സമയത്തുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് നല്ലൊരു ദൃശ്യ അനുഭൂതി സമ്മാനിക്കും. നല്ല കാഴ്ചകളാണ് ഇങ്ങോട്ട് വരുമ്പം തന്നെ. അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരിക. നല്ല കാഴ്ചകളാണ് 2 സൈഡിലും. പിന്നെ രാത്രി ലേറ്റ് നൈറ്റിൽ ഈ ബൈക്കിലൊക്കെ വരുന്നതൊന്ന് സൂക്ഷിച്ച് വേണം, കാരണം കാട്ടുപന്നികളുടെ ശല്യം ഇവിടെ ഒരുപാടുണ്ട്. ഒരു 8 മണിക്ക് ശേഷം ഇങ്ങോട്ടുള്ള വണ്ടികൾ പോലും കുറവായിരിക്കും. സോ ബൈക്കിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കാട്ടുപന്നി എടുത്ത് ചാടാനും നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് വരിക. ബൈക്കിലായാലും കാറിലായാലും ഏത് വണ്ടിയിലായിരുന്നാലും സൂക്ഷിച്ച് വരിക. കാട്ടുപന്നികളുടെ ശല്യം ഒരുപാടുണ്ട് ഇവിടെ. പിന്നെ ഈ കാണുന്ന ഈ കുറച്ച് പോർഷൻ ഫുള്ള് 2 സൈഡിലും, റോഡിൻ്റെ 2 സൈഡിലും ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. അവർ തന്നെയാണ് മരം നട്ടിട്ടുള്ളത്. അവർ തന്നെ ഇത് വളരുമ്പോൾ മുറിച്ച് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ റോഡൊക്കെ വെട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം കൂടെ പോകാനുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ സുമതി വളവിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് തിരിച്ച് വീണ്ടും ഈ കാട് വഴി തന്നെ തിരിച്ചു പോകും. അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ ഇരുട്ടും. അപ്പോൾ ഉള്ള കാഴ്ചകളൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ കാടിൻ്റെ വന്യത നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കുറച്ച് വെട്ടമുണ്ട്, ഇരുട്ടിയിട്ടില്ല. ഞങ്ങളിത് ക്രോസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും കറക്റ്റ് ഇരുട്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോകാം. ഇതാണ് മൈലമൂട് പാലം. നമ്മുടെ സുമതി വളവ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ പാലമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ സുമതി വളവ് മാത്രമാണ് നമ്മുടെ ടാർഗറ്റ്. അതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മൈലമൂട് പാലത്തിൽ വണ്ടി വളച്ച് തിരിച്ചു പോവുകയാണ്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഈ റോഡ് വരുമ്പോൾ മഴ ടൈമിൽ വരുന്നത് സൂക്ഷിച്ച് വേണം. കാരണം ഇവിടെ നിൽക്കുന്ന മരങ്ങൾക്ക് അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. അത്യാവശ്യം കാറ്റും മഴയൊക്കെ ആണെങ്കിൽ അത് മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഗതാഗതം തടസ്സപ്പെടാം. സോ മഴ സമയത്ത് വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് പതിയെ വരിക.
ഈ കാണുന്നതാണ് സുമതി വളവ്. ഇതിങ്ങനെ അല്ലായിരുന്നു, നല്ല വളവായിരുന്നു. ഇതിപ്പോ വളവ് കുറെ നൂത്തിട്ടുണ്ട്. നമുക്കിപ്പോ തേരിയും കുറച്ചിട്ടുണ്ട്. ഇത് ഇടിച്ചിട്ട് കുറച്ച് തേരിയും കുറച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന സ്പീഡിൽ വരുമ്പോൾ എഞ്ചിൻ ഇടിച്ച് വണ്ടി ഓഫ് ആവും. ഈ ഭാഗത്തായിട്ടാണ് സുമതി മരിച്ച സ്ഥലം, അതായത് സുമതിയെ കൊന്നത് ഈ ഭാഗത്തായിട്ടാണ്, റൈറ്റ് സൈഡിലായിട്ട്. അതിന്റെ മേളിലാണ് നമ്മൾ നേരത്തെ പോയതും കാണിച്ചു തന്നതും ഒക്കെ. ഇവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല, വളവായതുകൊണ്ട് ഇച്ചിരി ഡേഞ്ചറാണ്. സോ വണ്ടി നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരല്പം മാറ്റി നിർത്തി മേളിലോട്ട് പോയത്. സുമതി വളവ് കാണാൻ വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിലൊരു ടീം ഇവിടെ നിപ്പുണ്ട്. എല്ലാവരും സുമതി വളവ് അവിടെ വണ്ടി നിർത്താൻ പറ്റത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നിർത്തി എക്സ്പ്ലോർ ചെയ്യാണ്. ഇപ്പോ ആ സിനിമ കൂടെ, സുമതി വളവ് സിനിമ കൂടെ ഇറങ്ങാൻ ഒരു ഇത് നടക്കുന്നത് കൊണ്ട് കുറച്ച് പേരൂടെ ഇതിപ്പോ അറിഞ്ഞിട്ട് ട്രെൻഡായി വരികയാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും സുമതി വളവ് കാണാനായിട്ട് വരുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കാട് ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വീടുകളുണ്ട്. അത് നമുക്ക് ഇങ്ങനെ നോക്കിയാലൊന്നും അറിയാൻ പറ്റത്തില്ല. ചില സമയത്ത് നമ്മൾ ഈ വഴിയിലേക്ക് ആൾക്കാർ നിൽക്കുന്ന കാണാം. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അവരെ കാണത്തില്ല. നമ്മൾ വിചാരിക്കും അവർ മാഞ്ഞു പോയതൊക്കെ ആയിരിക്കും. ഒന്നുമല്ല, ഇതിനകത്തോട്ട് വഴിയുണ്ട്. അവരെല്ലാവരും അതൊരു നടന്നു പോകുന്നതാണ്. നമുക്കിവിടെ വലിയ വശമില്ലാത്തത് കൊണ്ട് നമ്മൾ ഏത് വഴിയാണെന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് സുമതി വളവിലെ യാത്രയിലെ കാഴ്ചകൾ. രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാഴ്ച നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷെ നൈറ്റ് വരുന്നതാണ് ആ ഒരു വൈബ്. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം തന്നെ, അതായത് ഈവനിങ് തന്നെ പ്ലാൻ ചെയ്തത്. ഇപ്പൊ കുറച്ച് ഇരുട്ടി കഴിയും, കാഴ്ച കുറച്ചുകൂടെ നമുക്കൊരു രസമായിരിക്കും. ഈ കാടിന്റെ വന്യത നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും. ഇതുപോലെ കാട്ടുപന്നികൾ, നമ്മളിപ്പോ തന്നെ ഒരു പന്നി ഫ്രണ്ടിൽ വന്നു. നമ്മളത് ജസ്റ്റ് മിസ്സിനാണ് വളച്ചെടുത്തത്. അപ്പോൾ വരുന്നവർ സൂക്ഷിക്കുക, കാട്ടുപന്നിയുടെ ശല്യം ഇച്ചിരി കൂടുതലാണ് ഈ ഭാഗത്ത്. സോ ഈ പോകുന്ന വണ്ടികളിൽ ഭൂരിഭാഗം വണ്ടികളും സുമതി വളവിലേക്ക് നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവരാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാന്നല്ല, ഈ സുമതി വളവിലേക്കുള്ള യാത്ര കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നേരെ തിരിച്ച് ഞങ്ങളുടെ വീടുകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഫോറസ്റ്റ് കഴിയാറായിട്ടുണ്ട്. നമ്മൾ ഏകദേശം പാലോട് എത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയാമല്ലോ, മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സുമതി വളവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നത് വരെ ബൈ.